ഹായ് സോൾസ്, വെൽക്കം ബാക്ക് ടു ഹീലിംഗ് വേൾഡ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇന്നലത്തെ സ്റ്റേജസ് ഓഫ് ട്വിൻ ഫ്ലെയിം ജേർണീൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ടാണ്. ഇന്നലെ മിഡിൽ സ്റ്റേജ് വരെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് അതിൻ്റെ ബാക്കി ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇനി ലാസ്റ്റ് സ്റ്റേജിനെ കുറിച്ചാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ മിഡിൽ സ്റ്റേജ് വരെയാണ് പറഞ്ഞത്. മിഡിൽ സ്റ്റേജ് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നർ വർക്ക് കണ്ടിന്യൂസ് ചെയ്ത് ഇത് പോയി അങ്ങനെ അവസാന സ്റ്റേജ് സെപ്പറേഷൻ്റെ അവസാന സ്റ്റേജായ യൂണിയൻ സ്റ്റേജിലേക്ക് എത്തും. യൂണിയൻ സ്റ്റേജിലേക്ക് എത്തുന്നത് എപ്പോഴും അത് അന്നേരം ഇത്രയും നാൾ കണ്ട ഫെമിനിൻ എനർജി ആയിരിക്കില്ല. അവസാനം യൂണിയനിലേക്ക് എത്തുന്ന ഫെമിനിൻ എനർജി എന്ന് പറയുന്നത് മസ്കുലൈനിലെ എല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ, അവരുടെ ഉള്ളിലുള്ള DF ബാലൻസ്, ഡിവൈൻ ഫെമിനിൻ മസ്കുലിൻ ബാലൻസ് ആയിട്ടുണ്ടാവും. DNA ആക്ടിവേറ്റ് ആയിട്ടുണ്ടാവും. തേർഡ് ഐ ഓപ്പൺ ആയിട്ടുണ്ടാവും. തോട്ട് ചക്ര ആക്ടിവേറ്റ് ആയിട്ടുണ്ടാവും. ഹേർട്ട് ചക്ര ആക്ടിവേറ്റ് ആയിട്ടുണ്ടാവും. റൂട്ട് ചക്ര ആക്ടിവേറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതെന്താണെന്നുള്ള വീഡിയോ ഞാൻ നെക്സ്റ്റ് ഞാൻ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ യൂണിയൻ സ്റ്റേജിലേക്ക് എത്തുമ്പം അവരവരുടെ സോൾ പർപ്പസ് അവരവരെ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. ഈ ജേണി എന്ന് പറയുന്നത് നമ്മളെ തന്നെ ശ്രദ്ധിക്കുമ്പോഴാണ്, നമ്മളെപ്പോഴും നമ്മൾ ഉള്ളിലേക്ക് നോക്കുന്നു, അന്നേരമാണ് നമ്മുടെ മസ്കുലൈൻ തിരിച്ചു വരുന്നത്. അപ്പോൾ ലാസ്റ്റ് സ്റ്റേജിൽ DF നിൽക്കുമ്പോൾ DMന് അവിടെ കാർമിക് അറ്റാക്സ് ഉണ്ടാവും. അതുപോലെ തന്നെ എപ്പോഴും ഡിവൈൻ ഫെമിനിൻ്റെ അടുത്തേക്കായിരിക്കും DFന് ശ്രദ്ധ. DMന് ഭയങ്കരമായിട്ടുള്ളൊരു സങ്കടം DMൻ്റെ മനസ്സിലുണ്ടാവും. DF എന്നോട് മിണ്ടുന്നില്ല, അവൾ എന്നിൽ നിന്ന് അകന്നു പോകുന്നുള്ളൊരു തോന്നൽ DMൻ്റെ മനസ്സിലുണ്ടാവും. അതുപോലെ തന്നെ കൂടെയുള്ള കാർമിക്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ കാർമിക് അറ്റാക്സ് കിട്ടും. കൂടെയുള്ളവരൊക്കെ ട്രിഗർ ചെയ്ത് ഒഴിഞ്ഞു പോകുന്നത് കാണാൻ പറ്റും. എപ്പോഴും DMന് ട്രിഗേഴ്സ് കിട്ടി തുടങ്ങി അന്ന് തൊട്ട് DMന് ഭയങ്കര സങ്കടമായിരിക്കും. അങ്ങനെയാണ് DM റിയലൈസ് ചെയ്യുന്നത് DMൻ്റെ ലൈഫിൽ ആർക്കും ഒരു റോളും ഇല്ല, എല്ലാം കാർമിക്സ് ആണ്. ആകെ റോളുള്ളത് DFന് മാത്രമാണ്. താനായിട്ട് സ്നേഹിക്കാൻ DFന് മാത്രമേ കഴിയുള്ളൂ എന്ന് അന്ന് DM മനസ്സിലാക്കി DM റിയൂണിയനിലേക്ക് വരികയും ചെയ്യുന്നു. റിയൂണിയൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ മുക്കാൽ ഞാൻ പറയുന്നില്ല, എല്ലാ DMഉം ഒരുമിച്ച് അവരുടെ മാരേജ് കഴിഞ്ഞ് റിയൂണിയൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഒരുമിച്ചായിരിക്കും ഉണ്ടാവുക. അങ്ങനെയാണ് ഈ ജേണീൻ്റെ നീക്കം. DM എന്ന് അവരുടെ ജീവിതം അവസാനിക്കുന്നു, അതുവരെ അവർ ട്വിൻ ഫ്ലെയിം ജേണിയിലൂടെ ആയിരിക്കും കടന്നു പോകുക. ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഷെയർ ചെയ്യണമെന്ന് തോന്നി. സ്റ്റേജസ് ഇതൊക്കെയാണ്. പിന്നെ ഇതിൽ ട്വിൻ ഫ്ലെയിം ജേണി മോർ റിലേറ്റഡ് വീഡിയോസ് ഞാൻ ഇനിയും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് ടൈമാണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. താങ്ക് യു. ഡിവൈനായിട്ട് എനിക്കിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനൊരു അവസരം തന്നു. ഇതെൻ്റെ സോൾ പർപ്പസാണ്. അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താങ്ക് യു.